കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ച മലപ്പുറം സ്വദേശിക്കും നിപ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസം മരിച്ച മങ്കട സ്വദേശി 18 വയസ്സുകാരിയുടെ പരിശോധനാ ഫലമാണ് പോസിറ്റീവായത്. അതേസമയം സംസ്ഥാനത്ത് നിപ സമ്പർക്ക പട്ടികയിൽ 345 പേർ ഉള്ളതായി ആരോഗ്യവകുപ്പ്. മലപ്പുറം, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ളവരാണ് മുഴുവൻ പേരും. 3 ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല സമിതി യോഗം ചേർന്നു. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു. ഗോകുൽ, നിപ ഭീഷണിയിലാണ് മലബാറിലെ ചില ജില്ലകൾ. പൊതുവിൽ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? സമ്പർക്ക പട്ടികയിലുള്ളവരുടെ പേര് വിവരങ്ങൾ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എന്താണ് ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിരിക്കുന്ന ജാഗ്രത? ഈ 2 കേസുകളാണ് ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള സമ്പർക്ക പട്ടിക പ്രസിദ്ധീകരിച്ച സമയത്താണ് 345 പേർ ഈ 3 ജില്ലകളിലായിട്ട്, മലപ്പുറം, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലായിട്ട് 345 പേരുടെ പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ, 211 പേർ മലപ്പുറത്തുണ്ട്. പാലക്കാട് 91, കോഴിക്കോട് 43. കോഴിക്കോട് ജില്ലയിലുള്ള സമ്പർക്ക പട്ടികയിലുള്ള ആളുകൾ മുഴുവൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ആളുകളാണ്. അതായത് ലാബുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ്. പലതരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പുറപ്പെടുവിപ്പിച്ചു കഴിഞ്ഞു. സംസ്ഥാന കൺട്രോൾ റൂമും ജില്ലകളിലെ കൺട്രോൾ റൂമുകളൊക്കെ തുറന്നു കഴിഞ്ഞു. 26 കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് പ്രവർത്തനം ഏകോപിപ്പിക്കുകയാണ് ഇപ്പോൾ. അതോടൊപ്പം തന്നെ ഈ പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നിപ പോസിറ്റീവായ ആളുകളുടെ വീടിന് പരിസരത്തുള്ള ചില പ്രദേശങ്ങൾ ഇപ്പോൾ കണ്ടെയ്ൻമെന്റ് സോണുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ മക്കരപ്പറമ്പ്, കൂട്ടിലങ്ങാടി, കുറുവ, മങ്കട ഗ്രാമപഞ്ചായത്തുകളിലെ 20 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണുകളാണ്. മക്കരപ്പറമ്പിൽ 1 മുതൽ 13 വരെയുള്ള വാർഡുകൾ, കൂട്ടിലങ്ങാടിയിലെ 11, 15 വാർഡുകൾ, മങ്കടയിലെ 14 വാർഡ്, കുറുവയിലെ 2, 3, 5, 6 വാർഡുകളിൽ കണ്ടെയ്ൻമെന്റ് സോണായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പാലക്കാട് ജില്ലയിലെ തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ 7, 8, 9, 11 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു. അതുപോലെ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 17, 18 വാർഡുകളിലും കണ്ടെയ്ൻമെന്റ് സോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പുറപ്പെടുവിപ്പിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഈ സമ്പർക്ക പട്ടികയിലുള്ള ആളുകളുടെ എണ്ണം കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. പാലക്കാട് ജില്ലയിൽ നിപ പോസിറ്റീവായ വ്യക്തിയുടെ റൂട്ട് മാപ്പുകളൊക്കെ പ്രസിദ്ധീകരിച്ചിരുന്നു. അതിനോടനുബന്ധിച്ചിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോൾ ഏകോപിപ്പിച്ചു വരികയാണ്. സംസ്ഥാനത്ത് കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്, ജില്ലകളിലും കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. 2 പേർക്കാണ് നിപ പോസിറ്റീവ് ആയിട്ടുള്ളത്. അതിൽ ഒരാൾ നേരത്തെ മരണപ്പെട്ട ആളാണ്. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ജൂലൈ 1 മരണപ്പെട്ട മലപ്പുറം മങ്കട സ്വദേശിയായിട്ടുള്ള 18-കാരിക്ക് നിപ സംശയങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ സ്രവം പുനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചത്. അവിടെ നിന്ന് വന്ന ഫലമാണ് ഇപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പാലക്കാട് നാട്ടികർ സ്വദേശിയായിട്ടുള്ള 38-കാരി, അവരും ആദ്യഘട്ടത്തിൽ ചെറിയ പനിയും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് അവരുടെ പ്രദേശത്ത് തന്നെയുള്ള ചില സ്വകാര്യ ആശുപത്രികളിലൊക്കെ കാണിച്ചു. കുറവില്ലാതെ വന്ന സമയത്താണ് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. പിന്നീട് നിപ ലക്ഷണങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ ഇവരുടെ സ്രവം പരിശോധനയ്ക്ക് അയച്ച സമയത്താണ് നിപ പോസിറ്റീവായിട്ടുള്ള ഫലം വന്നിട്ടുള്ളത്. അവരിപ്പോൾ പെരിന്തൽമണ്ണയിൽ തന്നെയുള്ള സ്വകാര്യ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ തുടരുകയാണ്. ഈ അടിക്കടി ഈ കോഴിക്കോട് അല്ലെങ്കിൽ മലബാർ മേഖലയിലെ പല ജില്ലകളിലൊക്കെ ഇത്തരത്തിൽ നിപ പോസിറ്റീവ് ആവുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. നിപ ആദ്യം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തതിനു ശേഷം 8ാം തവണയാണ് ഇപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. നേരത്തെ കോഴിക്കോട്, മലപ്പുറം, എറണാകുളം ജില്ലകളിലായിരുന്നു മാറി മാറി കൃത്യമായ ഇടവേളകളിൽ നിപ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പാലക്കാട് സ്വദേശിക്ക് പോസിറ്റീവ് ആയതോട് കൂടിയിട്ട് ആദ്യമായിട്ടാണ് കേരളത്തിൽ പാലക്കാട് ജില്ലയിൽ നിപ പോസിറ്റീവ് ആവുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അല്പം ആശങ്കപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പുറപ്പെടുവിപ്പിച്ചിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള സുരക്ഷാ നടപടികളും കാര്യങ്ങളും ഒക്കെ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന്റെ ഉറവിടം എവിടെയാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ടോ? മാത്രമല്ല, ഇപ്പോൾ കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ഈ 3 ജില്ലകളിൽ നിന്നുള്ളവരാണ് ഈ സമ്പർക്ക പട്ടികയിൽ ഉള്ളവർ. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ളവർ ഭീതിയിലാണോ? അവരുടെ ആശങ്ക അകറ്റാനുള്ള നടപടികൾ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിട്ടുണ്ടോ?
ഇതിന്റെ ഉറവിടം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ആശങ്കയായി കാണുന്നത്. പലപ്പോഴും ഉറവിടം കണ്ടെത്താൻ സാധിക്കാത്തതും അതിന്റെ ഉറവിടം തേടി അത് നശിപ്പിക്കാൻ സാധിക്കാത്തതുമാണ് പലപ്പോഴും വെല്ലുവിളി സൃഷ്ടിച്ചിട്ടുള്ളത്. നേരത്തെ ഉണ്ടായ സമയങ്ങളിലൊക്കെ അത്തരത്തിലുള്ള വെല്ലുവിളികൾ ഈ ആരോഗ്യ വകുപ്പിനെയും ദൗത്യ സംഘത്തെയൊക്കെ ബാധിച്ചിരുന്നു. അത്തരത്തിലുള്ള പ്രശ്നം ഇവിടെയും ഉണ്ട്. അതിനാൽ തന്നെയാണ് സമ്പർക്ക പട്ടികയൊക്കെ പുറപ്പെടുവിപ്പിച്ചുകൊണ്ട് ഈ ആളുകളുടെ സ്വയം ക്വാറന്റൈനും ഹോം ക്വാറന്റൈനാണ്, വീടുകളിലാണ് ക്വാറന്റൈനിൽ കഴിയാൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ സമ്പർക്ക പട്ടികയിൽപ്പെട്ട ആളുകളുടെ എണ്ണം കൂടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള ഒരു പട്ടികയാണ് പുറത്തുവിട്ടിട്ടുള്ളത്. ഇപ്പോൾ പാലക്കാട് സ്വദേശിയായിട്ടുള്ള 38-കാരിയുടെ മകൻ മദ്രസയിലൊക്കെ പോകുന്നതാണ്. അതിനാൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കും മറ്റും രോഗലക്ഷണങ്ങൾ ഉണ്ടോ എന്നുള്ളതൊക്കെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ആ പ്രദേശത്തൊക്കെ മദ്രസകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ അവധി കൊടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ സമ്പർക്ക പട്ടിക വലുതാവാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഈ ഉറവിടം കണ്ടെത്താൻ സാധിക്കാത്തത് വളരെയധികം ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. അതുതന്നെയാണ് വെല്ലുവിളിയായിട്ട് കാണുന്നതും. അതിനാൽ എല്ലാ ആളുകളും ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ, നിപ്പ രോഗലക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വയം ചികിത്സ അരുതെന്നും ഹോസ്പിറ്റലുകളിൽ ആശുപത്രിയിൽ പോയി തന്നെ വിദഗ്ധ ചികിത്സ തേടണമെന്നുമുള്ള ഒരു നിർദ്ദേശമൊക്കെ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അനിൽ നമ്പ്യാർ. യെസ്, കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ച മലപ്പുറം സ്വദേശിക്കും നിപ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസം മരിച്ച മങ്കട സ്വദേശി 18 വയസ്സുകാരിയുടെ പരിശോധനാ ഫലമാണ് പോസിറ്റീവായത്. അതേസമയം സംസ്ഥാനത്ത് നിപ സമ്പർക്ക പട്ടികയിൽ 345 പേർ ഉള്ളതായി ആരോഗ്യവകുപ്പ്. മലപ്പുറം, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ളവരാണ് മുഴുവൻ പേരും. 3 ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല സമിതി യോഗം ചേർന്നു. ഗോകുൽ കെ വേണുഗോപാലാണ് കോഴിക്കോട് നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.